Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, start here. Start with prayer. Good morning, ma'am. Good morning, friends. Prayer. ദൈവമേ ഞാനിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേഖണമേ. എന്റെ വീതികളിൽ നീ ദീപമായിരണേ. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. Thought of the day. Silence and smile are two powerful tools. Smiles to solve problems and silence to avoid problems. Thank you, ma'am. Signing. A warm welcome to Ashwati ma'am and all my dear friends. Wishing everyone a wonderful and productive day. Okay, complete ആയോ? Hi, ma'am. നിങ്ങൾക്ക് എന്നെ കണ്ടുപിടുത്തോ? ഇല്ല മാം. ചെയ്യാനാണേ. ആരും ലീവ് വന്നാലും എന്നെയാണ് സജസ്റ്റ് ചെയ്യും. എന്ത് ചെയ്യാനല്ല പറയില്ല, എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തോ അറിയില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഞാൻ തന്നെ. എവിടെ MP ലീഗ് വന്നാലും ഞാൻ കയറും. ചെയ്യാനാണേ. അത് മാമിന്റെ ഒരു ലക്ക് അല്ലേ? ഭയങ്കരമാണ്. കാരണം അല്ല, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, എനിക്കിനി പഠിക്കണ്ടല്ലോ, പഠിച്ചു കയറണ്ട. ബാക്കി ടീച്ചേഴ്സ് സബ്ജക്ട് ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രിപ്പറേഷന്റെ ആവശ്യം വരും. എനിക്ക് പിന്നെ അതിന്റെ ആവശ്യം. നമ്മൾ ഇത് തന്നെ വർഷങ്ങളായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കേണ്ട പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ല. ഏത് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ കയറും, അത്രേ ഉള്ളൂ. പിന്നെന്താ എന്തെങ്കിലും വിശേഷം? നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലേ ആ ക്ലാസ് എടുത്തത്? ഞാനും ആലോചിച്ചു, ഇന്നലെ നിർത്തിയില്ലല്ലോ. പരസ്യല്ലേ, പരസ്യം പനി എന്ന് പറഞ്ഞ ആളറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചായിരുന്നോ? ആലോചിച്ചു മാം, ആലോചിച്ചു. എന്നിട്ട് എവിടെ എത്തി? കൺക്ലൂഷൻ എന്തായിരുന്നു? മാം പോയോന്നോ? എവിടെ? എനിക്ക് സ്റ്റക്ക് ആയിട്ടിരുന്നു മാം, ഒന്നും കേട്ടില്ലായിരുന്നു. ആണോ? അല്ല, ആലോചിച്ചോന്ന് ചോദിച്ചേ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചായിരുന്നോ? ആലോചിച്ചത് എന്തായിരുന്നു? കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാ ഒന്നുമില്ല. ഓക്കെ, എന്നും സംസാരിച്ച സമയം കളയുന്നില്ല കേട്ടോ. നമ്മള് ടെൻസ് ഏതൊക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു? ഫാസ്റ്റ് ടെൻസ് എടുത്തായിരുന്നോ? ഫാസ്റ്റ് ടെൻസ് എടുത്തല്ലോ. കംപ്ലീറ്റ് ആയി. ഇനി ഫ്യൂച്ചറിലേക്ക് പോവാം. ഫ്യൂച്ചർ കൂടെ കംപ്ലീറ്റ് ആക്കാം. ഫ്യൂച്ചർ ടെൻസില് സെയിം, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലായിടത്തും വില്ലുണ്ടാവും, അത്രേ ഉള്ളൂ, വില്ലുണ്ടാവും. സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച്, സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്? എല്ലാം ഭാവിയാണ്, ചെയ്യും എന്നൊരു മീനിങ്ങിലാണ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ചെയ്യും എന്നായിരിക്കും മീനിങ് വരാം കേട്ടോ. ചെയ്യും, പറയേണ്ടത് ചെയ്യും. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ് കേട്ടോ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, I will go there. I will meet him. I will card.
I will buy a car, അല്ലെങ്കിൽ I will buy a new car, കാർ വാങ്ങും എന്നൊക്കെ പറയണമെങ്കിൽ will യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാനുള്ള അത്രേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇവിടെ നെഗറ്റീവ്സ് വരുന്നതോ I will buy a car, I will not buy a car, will you, will എന്ന് പറയില്ല കേട്ടോ. will you buy a car, won't you, വില്ലിന്റെ പാസ്റ്റ് നെഗറ്റീവ് ആണ് won't. ഓക്കെ, won't you എന്നാണ് ചോദിക്കാം. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് ചെയ്തേ ഒരു 5 എക്സാമ്പിള് നമ്മുടെ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ 2 ഏതെങ്കിലും ഒരു സെന്റൻസ് എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ. ഇപ്പോ he will buy a car എന്നാണെങ്കിൽ he will not buy a car, will he buy a car, won't he buy a car, won't വരും. ഓക്കെ, he will not എന്ന് പറഞ്ഞാലും നമുക്ക് won't പറയാം. he won't buy a car എന്നും പറയാം കേട്ടോ. will not ന്റെ ഷോർട്ട് ആണ് won't. ഓക്കെ, എഴുതിക്കോ. നെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ ഫാരിസ, പനിയാണ് മോന്, പനിയാണ്. ഇന്നലെ ഒരു പനി എന്ന് പറഞ്ഞ് നമുക്ക് എന്തൊക്കെയോ സംസാരിച്ചു. ഹോസ്പിറ്റലാണ്. ഓക്കെ, നന്നായിട്ട് റെസ്റ്റ് ചെയ്യും കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഡോക്ടർ പറഞ്ഞില്ല, നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ. ഡോക്ടർ മരുന്ന് തരുന്നു, മരുന്ന് മക്കൾ കഴിക്കാൻ പറയും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. കേട്ടല്ലോ? അതിനനുസരിച്ച് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ സ്ട്രക്ചർ വരുന്നത് എന്താണ്? വിൽ ബി ആണ് വരുന്നത്. വിൽ ബി. ഓക്കെ, മീനിങ് വരുന്നതോ ചെയ്യുകയായിരിക്കും. ഫ്യൂച്ചർ ആണല്ലോ, ചെയ്യുകയായിരിക്കും എന്നാണ് വിൽ ബി. അപ്പോ ഐ ബി ദേർ, അപ്പോ എന്താ പറയാ, ഐ വിൽ ബി ഗോ, അല്ലെങ്കിൽ ബി, നമ്മള് വിൽ ബി പൊതുവെ നമ്മള് I എന്താ will പറയാ, tomorrow എന്ന് പറയില്ലേ മാം? I will be working tomorrow. I'll be working tomorrow, അല്ലെങ്കിൽ I will be late today എന്നൊക്കെ പറയും. ചിലപ്പോ ലേറ്റ് ആകും എന്ന്, ഞാൻ കുറച്ച് ലേറ്റ് ആകും എന്ന് പറയാലോ. I'll be late today എന്ന് പറയാം. I'll be go there എന്ന് പറഞ്ഞാൽ അവിടെ പോകും, പോകുകയായിരിക്കും എന്ന്. പോകും എന്ന് തന്നെ ഒരു മീനിങ് വരും കേട്ടോ. പോകുകയായിരിക്കും വരും, അതുപോലെ തന്നെ പോകും എന്നൊരു മീനിങ് കൂടെ വരും. അത് ചെയ്യുമെന്നും ചെയ്യുകയായിരിക്കും എന്ന് രണ്ട് മീനിങ് ഇവിടെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറയാൻ പറ്റേ, നെഗറ്റീവ് പറയുകയാണെങ്കിൽ നോട്ട് വോണ്ട് ബി എന്ന് പറയാം. വോണ്ട് ബി, ഇവിടെ നമുക്ക് നെഗറ്റീവ്സ് ചേർത്തില്ലും കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുകയായിരിക്കും മാത്രമല്ല ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട്. ഓക്കെ, അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ അറിയാമെങ്കിൽ ഇത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം സെയിം ആയിട്ടൊക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എന്റെ നോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? Okay മാം. ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ആണല്ലോ? വിൽ ബി, ചിലപ്പോൾ വില്ലായിട്ട് ബി യൂസ് ചെയ്യാറില്ല, സംടൈംസ് മാത്രമേ ബി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയല്ലേ പറയാം. ഓക്കെ, നെക്സ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടാകും എന്നൊരു മീനിങ്. ചെയ്തിട്ടുണ്ടാകും, അവനോട് പോയിട്ടുണ്ടാകും, അവനോട് കണ്ടിട്ടുണ്ടാകും. ഹാവ് ആണ് യൂസ് ചെയ്യും. വില്ലിന് ശേഷം ഹാവ് വരും. ഇവിടെ ഹാസ് ഒന്നുമില്ല, ഓൾറെഡി വിൽ ഉള്ളത് കൊണ്ട് അതിന് ശേഷം ഹാവ് ആണ് യൂസ് ചെയ്യുക. കാരണം സബ്ജക്ട് കഴിഞ്ഞിട്ടല്ലോ ഹാവ് ആണ് ഹാസ് യൂസ് ചെയ്യുന്നത്. അവിടെ വില്ലുണ്ടല്ലോ, ഇതിന് ശേഷം ഇവിടെ ഹാവ് മാത്രമാണ് യൂസ് ചെയ്യുക. വേറെ ഒരു മോഡൽ കൂടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാവോ ഹാഡോ ഹാസ് ഒന്നുമില്ല, ഹാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെയ്തിട്ടുണ്ടാകും. I will have finished their work, അല്ലെങ്കിൽ I will have finished the reports, അല്ലെങ്കിൽ I will have gone there. ഹാവിന് ശേഷം യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ ത്രീ ഫോം ആയിരിക്കണം, അത് മറക്കാൻ പാടില്ല കേട്ടോ. അവിടെ നെഗറ്റീവ് എന്ത് വരും? They will have he will have finished the work എന്ന് പറയുമ്പോൾ he will not have finished the work. He will not have, and വേറെന്താ, will he finished, will he have എന്നൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ നെഗറ്റീവ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇവിടെ നെഗറ്റീവ്സ് പറയണ്ട, നമുക്ക് എക്സാമ്പിൾസ് മാത്രം പറയാം. ഓക്കെ, എക്സാമ്പിൾസ് മാത്രം, രണ്ട് എക്സാമ്പിൾസ് എല്ലാവരും ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസും ടെക്സ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ 10 എക്സാമ്പിൾ, രണ്ട് ടെൻസിനെ ബേസ് ചെയ്തിട്ട് 10 എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യാം. നെഗറ്റീവ്സോ പോസിറ്റീവ്സോ ഒന്നും വേണ്ട, ഓൺലി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം. കേട്ടല്ലോ? ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Okay.
ഓക്കെ, കഴിഞ്ഞല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റും കഴിഞ്ഞു. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഇസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. And the structure is subject plus will have been plus verb ing. And the meaning ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊരു meaning ആണ് ട്ടോ വരാ. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. He will have been cleaning the house. പറയാം. He will have been cleaning the house. വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതങ്ങനെ പൊതുവെ യൂസ് ചെയ്യാത്തൊരു ടെൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തുവേണമെങ്കിലും പറയാം, പൊതുവെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. She will have been cooking. Yeah, she will have been cooking in the kitchen. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയാം. ഓക്കെ, ആ രീതിയിൽ ഒരു 5 എക്സാമ്പിൾ ഇതിനോട് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു 5 എക്സാമ്പിൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ബേസ് ചെയ്ത് കൂടെ ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ചെയ്തോളൂ.
ഓക്കെ, അങ്ങനെ ടെൻസ് കംപ്ലീറ്റ് ആയല്ലോ. ടെക്സ്റ്റ് ചെയ്തോ? ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടോ? അതിനുശേഷം ഞാൻ പറയാം. മാം നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ രണ്ടിന്റെ എക്സാമ്പിൾ സെയിം അല്ലേ? അപ്പോ ഇവിടെ ഹാബിൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. വ്യത്യാസം പ്രതീക്ഷയൊന്നുമില്ല. അതാ അപ്പൊ രണ്ടും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല മാം, അപ്പൊ നമുക്കിപ്പോ എക്സാമിന് ഇങ്ങനെ തരുമോ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സാമിന് ഇങ്ങനെയൊന്നും വരില്ല. എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഐ വിൽ ഹാവ് ബീൻ ഡാഷ് ഫോർ വേർബോസ് എന്നാണെങ്കിൽ അവിടെ ഓപ്ഷൻസ് വരും. ING ഫോം ഓപ്ഷൻസ് ഉണ്ടാവും, V3 അല്ലാതെ V3 ഫോംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുമല്ലോ. ഹാവ് ബീൻ വരാണെങ്കിൽ ING ഫോം ആയിരിക്കും മനസ്സിലാകാറ്. അത് ആ വേർബ് നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ക്ലിയർ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞല്ലോ. ഇതോടുകൂടി നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ആയി. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഈ കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പൊതുവെ യൂസ് ചെയ്യാറെന്ന് പറയുന്നുണ്ട്. അതിന് പകരം നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അത് ഏത് ടെൻസിലാണെങ്കിലും പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ഇല്ലേ, പ്രസന്റ് പെർഫെക്റ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പോ ഐ ഹാവ് റിട്ടേൺ റിട്ടേൺ ലെറ്റർ എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ലത് ഐ റോട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ എഴുതി എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ? അതുകൊണ്ടാണ് ഈ പെർഫെക്റ്റ് ഒന്നും അധികം ഞാൻ യൂസ് ചെയ്യാത്തത്. അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആ ടെൻസ് കൊണ്ട് മാത്രം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഈ ടെൻസ് യൂസ് ചെയ്യാറുള്ളൂ. അതർവൈസ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റും അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം കണ്ടിന്യൂസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ടെൻസും പഠിച്ചതിന് ശേഷം പറയേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാ ടെൻസും മനസ്സിലായല്ലോ. അതില് പ്രസന്റ് പെർഫെക്റ്റിന് പകരം നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഓക്കെ, തെറ്റൊന്നുമില്ല കേട്ടോ. ഇതോടുകൂടി ടെൻസ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചെയ്യണ്ടേ? പ്രസന്റ് ചെയ്യാം. ചെയ്തോളൂ. ഫ്യൂച്ചർ ടെൻസ് എത്ര പ്രസന്റ് ചെയ്തേ? 1, 2, 3 പേർക്ക് മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടെ ടൈം കഴിയും. പെട്ടെന്ന് ആവട്ടെ, പ്രസന്റ് ചെയ്യൂ. ഓക്കെ മാം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഭാവിയാണ്, ഭാവി. അപ്പൊ അതിൽ ഒന്നാമത്തെ ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യും എന്നാണ് അതിന്റെ മലയാളം മീനിങ് കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. അതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they will finish their homework later.
വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂൾ. ഐ വിൽ മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂൾ. അതിന് നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ എടുത്താക്കണത് ഐ വിൽ മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂളിനെ അതിന് നമ്മൾ പറയണത് നെഗറ്റീവ്സ് പറയും ഐ വിൽ നോട്ട് മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂൾ. പിന്നെ വിൽ യു മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂൾ. പിന്നെ വോണ്ട് ഉപയോഗിക്കാം കേട്ടോ. വോണ്ട് യു മീറ്റ് എ ന്യൂ ഫ്രണ്ട് അറ്റ് സ്കൂൾ, അങ്ങനെയും പറയാം. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. രണ്ടാമത്തെ ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് അതിന്റെ മലയാളം മീനിങ് ചെയ്യുകയായിരിക്കും. അതാണ് അതിന്റെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ മലയാളം മീനിങ് ചെയ്യുകയായിരിക്കും. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് പ്ലസ് വിൽ ബി ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ സബ്ജക്റ്റ് ഉണ്ട്, വിൽ ബി ആണ് ചേർക്കുക, വിൽ ബി, പിന്നെയോ വെർബും പിന്നെ ING ഫോമും ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് 10 PM. ഷീ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് 10 PM. ദെൻ വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ ING ഉപയോഗിച്ചിട്ടുണ്ട്, സബ്ജക്റ്റ് വെർബ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ മലയാളം മീനിങ് ചെയ്യുകയായിരിക്കും. പിന്നെ ഫോർ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഷീ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് 10 PM. ദെൻ വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. നെക്സ്റ്റ് നമ്മൾ കിടക്കുകയാണ് മൂന്നാമത്തെ ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ആണ് കേട്ടോ. വിൽ ഹാവ്, സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3, അതാണ് ഉപയോഗിക്കുക. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വിൽ ഹാവ് വിസിറ്റഡ് 5 museums by the end of his trip. Example, he will have visited 5 museums by the end of his trip. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they will have cleaned the house before the guest arrive. ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് they will have cleaned the house before the guest arrive. അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് മീൻസ് മലയാളം മീനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. ലാസ്റ്റ് വൺ ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വി വെർബ് പ്ലസ് ING. അതിന്റെ മലയാളം മീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് വരിക. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ. അതിന്റെ സബ്ജക്റ്റ് അല്ല സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ അതിന്റെ രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. പിന്നെ വേറെ എക്സാമ്പിൾ ഞാൻ പറയുന്നത് they will have been sharing ideas. ഇതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് 4 ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ ആണ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ആണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. ദെൻ മൂന്നാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. ദെൻ ലാസ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ ഡിറ്റി. ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ? പറയൂ. ഞാൻ പറയാം മാം. ഓക്കെ മിഥുനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ, അതായത് നടക്കാനായിരിക്കുന്ന പ്രവൃത്തിയെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്,
അതിന് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഷീ വിൽ സിംഗ് എ സോങ്, ഐ വിൽ ഗോ ടു സ്കൂൾ, ഹി വിൽ ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. അതിന് നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് പറയാം. ഷീ വിൽ ഐ വിൽ ഗോ ടു സ്കൂൾ നമുക്ക് എങ്ങനെ പറയാം നെഗറ്റീവ്? ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ. ഞാൻ പോസിറ്റീവ് നമുക്ക് എങ്ങനെ പറയാം? വിൽ യു ഗോ ടു സ്കൂൾ? നെക്സ്റ്റ് വോണ്ട് യു ഗോ ടു സ്കൂൾ. നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ മീനിങ് ചെയ്യുകയായിരിക്കും. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. എക്സാമ്പിൾ, ഐ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM. ഷീ വിൽ ബി സിംഗിങ് എ സോങ്. വി വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടാകും. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബൈ 8 PM. നെക്സ്റ്റ്, they will have reached the station by noon. നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ മീനിങ് അത് അങ്ങനെ വരുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ആൻഡ് എക്സാമ്പിൾ, she will have been working here for 5 years. അപ്പം നമ്മൾ പഠിച്ച സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു മാം. Okay, Midula. Then Smiya, പറയൂ. യെസ് മാം, ഞാൻ പറയാം. നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ, ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ വിൽ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്, ഷീ വിൽ സ്റ്റഡി ടുമാറോ, ദേ വിൽ വിസിറ്റ് കൊച്ചി നെക്സ്റ്റ് വീക്ക്. ഇതിൻ്റെ നമ്മൾ നെഗറ്റീവ് ഫോമും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തത് ഹീ വിൽ ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനെ നമ്മൾ നെഗറ്റീവിലോട്ടാക്കുമ്പോൾ ഹീ വിൽ നോട്ട് ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. അത് ക്വസ്റ്റ്യനിലാവുമ്പോൾ വിൽ ഹീ ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. നെക്സ്റ്റ്, വോണ്ട് ഹീ ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. നെക്സ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ചെയ്യുകയായിരിക്കും എന്നാണ് അതിന് മീനിങ് വരുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING എന്നാണ്. എക്സാമ്പിൾ, ഐ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM. ഹി വിൽ ബി കുക്കിംഗ് ഡിന്നർ. ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ ഈവനിങ്. ഹി വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക് എന്നൊക്കെയാണ് അതിന് വരുന്നത്. വിൽ ബി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, അതിൻ്റെ മീനിങ് ചെയ്തിട്ടുണ്ടാകും. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ് ഇവിടെ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ബൈ ടുമാറോ. ദേ വിൽ ഹാവ് റീച്ച്ഡ് കൊല്ലം ബൈ noon എന്ന്. നെക്സ്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്ത് കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് മീനിങ് വരുന്ന ടെൻസാണിത്. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. They will have been living in Kochi for 10 years. She will have been working here for 5 years. എന്നൊക്കെ. താങ്ക് യു. Okay, Smiya. Then what's next? വേറെ ആരില്ല, ലക്ഷ്യയാണ്. ലക്ഷ്യം ക്ലാസ്സിലുണ്ടോ? ഓക്കെ അറിയാം, ബിസിയാണോ? അല്ല കുഴപ്പമില്ല.
ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ 4ആയിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിന്റെ ഘടന സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വെർബിന്റെ ബേസ് ഫോം. എക്സാമ്പിൾസ്: ഐ വിൽ ഗോ ടു സ്കൂൾ ടുമാറോ. ഞാൻ നാളെ സ്കൂളിൽ പോകും. ചെയ്യും, പോകും, ഇങ്ങനെയുള്ളതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഷീ വിൽ ഹെൽപ്പ് ഹെർ മദർ. അവൾ അമ്മയെ സഹായിക്കും. ദേ വിൽ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. അവർ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. കളിക്കും, പോകും, സഹായിക്കും, ഇതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ ഘടന സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് verb പ്ലസ് ing ഫോം. എക്സാമ്പിൾസ്: ഐ വിൽ ബി സ്റ്റഡിങ് അറ്റ് 8 PM. ഇത് രാത്രി 8 മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്യുകയായിരിക്കും, അതായിരിക്കും മലയാളത്തിൽ അതിന്റെ വരുന്നത്. ദേ വിൽ ബി ട്രാവലിംഗ് ടുമാറോ മോർണിംഗ്. നാളെ രാവിലെ അവർ യാത്ര ചെയ്യുകയായിരിക്കും. മൂന്നാമത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇതിന്റെ ഘടന സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് verb. എക്സാമ്പിൾ: ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ വർക്ക് ബൈ 5 PM. വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും അവൾ തന്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കും, പൂർത്തിയാക്കിയിരിക്കും. വി വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബിഫോർ സൺസെറ്റ്. സൂര്യാസ്തമയത്തിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കും. നാലാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ ഘടന സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് verb പ്ലസ് ing. എക്സാമ്പിൾ: ബൈ നെക്സ്റ്റ് ജൂൺ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. അടുത്ത ജൂൺ ആകുമ്പോഴേക്കും ഞാനിവിടെ 5 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് ഇതിന്റെ മലയാളം വരുന്നത്. ഷീ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours ബൈ 10 PM. രാത്രി 10 മണി ആകുമ്പോഴേക്കും അവൾ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ കൺക്ലൂഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഐ വിൽ റൈറ്റ് എ ലെറ്റർ. അത് സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ഐ വിൽ ഹാവ് റൈറ്റൺ എ ലെറ്റർ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അതിന്റെ ഘടന ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, സിമ്പിൾ ഫ്യൂച്ചർ വിൽ പ്ലസ് V1. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ബി പ്ലസ് ബി പ്ലസ് ing ഫോം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ വിൽ ഹാവ് പ്ലസ് V3 ഫോം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ഹാവ് ബീൻ പ്ലസ് ബി പ്ലസ് ing ഫോം. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും. ഐ വിൽ ബി റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് റിട്ടൺ, ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ടെൻസ് കംപ്ലീറ്റ് ആക്കില്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും. എല്ലാ ടെൻസും ഒന്നോടൊന്ന് റിവൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പോയി ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഓക്കെ, ആക്ടിവിറ്റീസും പാസീവ്സും പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് മൈൻഡ് ചെയ്യാട്ടോ. ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ് അല്ലേ മാം? എന്തോ ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടല്ലേ? മാം അല്ലോ? മാം ആണോ? ഞാനല്ല, വേറെ അശ്വതി മിസ്സാണ്. ആണോ? അശ്വതി മിസ് മാം. ഞാൻ ഇംഗ്ലീഷിന് എന്താണ് പ്രാക്ടിക്കൽ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. വേറെ ഏതായിരിക്കും, എന്താണ് പ്രാക്ടിക്കല് മിസ് എടുക്കുന്നത്? അയ്യോ, ജോയിൻ ചെയ്യൂട്ടോ. ഓക്കെ. വേറെ മിസ്സാണ്. നിങ്ങൾക്ക് അശ്വതി മിസ് എടുക്കുന്നില്ല ഈ ബാച്ചിലേക്ക്. വേറെ അശ്വതി മിസ്സാണ്, ഞാനല്ല. ഞാനും വൈവയും പ്രാക്ടിക്കലൊക്കെ ഒരു ബന്ധവും ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് അല്ലേ? അതെ അതെ, ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു. കവളത്ത് മറുകൊള്ള അശ്വതി മിസ്സാണോ?
ആ അതെ ഓ നിങ്ങൾ അങ്ങനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ കൊള്ളാം. ഞാൻ Okay, okay. കണ്ടിട്ടുണ്ടായിരുന്നു മിസ്സിനെ. ആ അതെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ അപ്പൊ സൈൻ ഔട്ട് പറയൂ, വൈൻഡപ്പ് ചെയ്യാം, ടൈമായി. On behalf of M18 students, I really thank Ashadi ma'am for the beautiful class. Thank you, ma'am. Thank you all. Okay, so thank you all, and see you on next class. Okay, bye. താങ്ക് യു മാം. Okay, thank you.